ഹലോ എവ്രി വൺ, ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് മുതൽ ശനിയാഴ്ച വരെ കുവൈറ്റിലെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവധിയാണ്. ഫ്രൈഡേ പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പോലും ഇന്നും നാളെയും ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേയും അതുപോലെ ലിബറേഷൻ ഡേയും ആയതുകൊണ്ട് നമ്മൾക്ക് സാറ്റർഡേ വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം അവധി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ 24 ആൻഡ് 25 മാത്രമാണ് നമുക്ക് അവധിയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന തേഴ്സ്ഡേ കൂടെ അവർ പബ്ലിക് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേയും അവർ പബ്ലിക് ഹോളിഡേ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഈ അവധികളെല്ലാം ഒന്നിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ദിവസത്തെ ഗ്യാപ്പാണ് നമ്മളുടെ വർക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ. നമുക്ക് മന്ത്ലി സാലറി ആയതുകൊണ്ട് നമ്മൾക്കിങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന ഹോളിഡേയ്സൊക്കെ നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും കുവൈറ്റിലെ ഇൻഡിപെൻഡൻസ് ഡേയും ലിബറേഷൻ ഡേയും ആഘോഷിക്കുന്നത് കാണുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറുണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും കുവൈറ്റിനോടുള്ള സ്നേഹം എന്തുമാത്രമാണ്. ഇവിടെ രാജഭരണമാണ് എങ്കിൽ പോലും നമ്മുടെ നാടൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് പല വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കുവൈറ്റിലെ ഓരോ ആളുകൾക്കും അവരുടെ രാജ്യത്തോടുള്ള സ്നേഹം, അവർ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കുവൈറ്റ് ഒന്നടങ്കം ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ ഈ ലിബറേഷൻ്റെയും ഇൻഡിപെൻഡൻസ് ഡേയുടെയൊക്കെ സെലിബ്രേഷൻസ് ആരംഭിക്കുകയാണ്. ഈ കുവൈറ്റ് മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാഗുകളും അതുപോലെ ഡെക്കറേഷൻസും ലൈറ്റിങ്സും അങ്ങനെയൊക്കെ ആയിട്ട് മുഴുവനായിട്ട് ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ് ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ കുവൈറ്റ് ഉള്ളത്. പറഞ്ഞു വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ കുവൈറ്റുകൾ ആരും കുവൈറ്റിനെതിരെ സംസാരിച്ച് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കുവൈറ്റിനെക്കുറിച്ച് വളരെ പ്രൗഡായിട്ടാണ് അവർ സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, കുവൈറ്റ് അവരുടെ പൗരന്മാരെ സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ കംപ്ലീറ്റ്ലി അവർക്ക് ഫ്രീ ആണ്. അങ്ങനെ പല കാര്യങ്ങളും കുവൈറ്റ് ഗവൺമെൻറ് അവർക്ക് വേണ്ടി ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ കുവൈറ്റുകൾക്ക് എപ്പോഴും കുവൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയുക വലിയൊരു അഭിമാനമാണ്. കുവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെ ചെന്നാലും അവർക്കൊരു പ്രയോറിറ്റിയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും വിദേശികൾ വരുമ്പോൾ നമ്മൾ അവരെയാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാറ്, അല്ലേ? ഇവിടുത്തെ പൗരന്മാർക്കുള്ള പ്രയോറിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വിദേശികളായിട്ടുള്ള ആളുകളെ അവർ കൺസിഡർ ചെയ്യാറുള്ളത്. അതിപ്പോൾ ജോലികളാണെങ്കിലും എന്ത് കാര്യം, തൊഴിലവസരങ്ങളാണെങ്കിലും എന്താണെങ്കിൽ പോലും. പക്ഷേ എന്ന് വെച്ച് വിദേശികളെ അവർ ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും കുറേ തലമുറകളായിട്ട് അനേകർക്ക് ജോലി കൊടുക്കുന്ന രാജ്യം തന്നെയാണ് കുവൈറ്റ്. പക്ഷേ അവരുടെ പൗരന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരെപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഓരോ കുവൈറ്റി പൗരന്മാർക്കും അവരുടെ രാജ്യത്തോട് ഇത്ര സ്നേഹവും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയും ലിബറേഷൻ ഡേയും അവർ വളരെ ആഘോഷത്തോടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ രാജഭരണമാണെങ്കിൽ പോലും ഒരു രാജാവ് ഇവിടുത്തെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമാണ്. ഒരു മനുഷ്യരും ഇവിടെ ബസ്സിന് കല്ലെറിയുകയോ അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുകയോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറായിട്ട് സ്ട്രൈക്കൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് കുവൈറ്റിൻ്റെ അമീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കർശനമായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കുവൈറ്റുകളാണെങ്കിൽ പോലും അവർ നിയമത്തിന് വിധേയരാണ്. കാരണം ഇപ്പോൾ ബയോമെട്രിക് സംവിധാനമൊക്കെ വന്നപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ മാറ്റി കുവൈറ്റിലേക്ക് തിരിച്ചു വരികയും കുവൈറ്റുകളല്ലാത്തവർ കുവൈറ്റുകളായി മാറാൻ ശ്രമിക്കുകയും അങ്ങനെ രേഖകളിൽ ഒരുപാട് കള്ളത്തരം വരുത്തുകയൊക്കെ ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ പിടികൂടി എല്ലാവർക്കും ഒരുപോലെ നിയമം നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വർഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റിനോടുള്ള കുവൈറ്റുകളുടെ സ്നേഹം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുവൈറ്റ് അവരുടെ പൗരന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ആ ഒരു ഏരിയയിൽ ചെയ്തിരിക്കുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. എല്ലാ വർഷവും ഇവിടെ കാണാൻ പോകാനും അതുപോലെ തന്നെ ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് കുറേ ആളുകൾ വരാറുണ്ട്. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ കുറ്റം പറയാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഇന്ത്യയെ മുഴുവനായിട്ട് കരിവാരി തേക്കാനും ആളുകൾക്കൊന്നും ഒരു മടിയില്ല. ഏതെങ്കിലും ഒരു കുവൈറ്റിനെതിരായിട്ട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ നേരിടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളുടെ ഭരണകൂടവും അല്ലെങ്കിൽ നമ്മളുടെ ഭരണ വ്യവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള
അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ ഇന്ത്യയിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാലും ഇന്ത്യക്കെതിരെ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ബ്രെയിന് മറ്റുള്ള രാജ്യങ്ങളിൽ ഒരുപാട് വിലയുണ്ട്. അതായത് ഇന്ത്യയുടെ ബുദ്ധി അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ബുദ്ധിയെക്കുറിച്ച് എല്ലാവരും വാനോളം പുകഴ്ത്തുമെങ്കിലും ഇന്ത്യക്കാരെ പൊതുവെ പുറത്തുള്ള ആളുകൾക്ക് അത്ര മതിപ്പില്ലാത്തതിന് കാരണം പൊതുവെ ഇന്ത്യക്കാർക്ക് അവരുടെ രാജ്യത്തോട് തന്നെ ഒരു ബഹുമാനവും ആദരവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഭരിക്കുന്ന ആളുകൾ ആര് തന്നെ ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. എന്തായാലും മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റുകൾ കുവൈറ്റിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ആരെങ്കിലും ഇന്ത്യയെക്കുറിച്ച് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ശക്തമായിട്ട് എതിർക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ത്യയിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. എങ്കിൽ പോലും അതിപ്പോൾ കുവൈറ്റിലാണെങ്കിലും ഉണ്ട്. എങ്കിലും ഒരു മനുഷ്യരും കുവൈറ്റിലുള്ള ഒരു പൗരന്മാരും കുവൈറ്റിനെതിരെ സംസാരിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എത്ര ആളുകൾ വിദേശികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളായിക്കോട്ടെ ഇന്ത്യയെ കുറ്റം പറയുമ്പോൾ നമ്മളാരും ഒരുപാട് സീരിയസ് ആയിട്ട് അതൊന്നും എടുക്കാറില്ല അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും കുവൈറ്റുകൾക്ക് അവരുടെ രാജ്യത്തോടുള്ള സ്നേഹം കാണുമ്പോഴെങ്കിലും നമ്മൾക്ക് നമ്മളുടെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാനും എത്ര കുറവുകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെയും രാജ്യത്തിലുള്ള ആളുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.